4 മണിക്കുള്ള ചായയൊക്കെ കുടി കഴിഞ്ഞ് പറമ്പിലൂടെ ഒന്ന് നടക്കാൻ വന്നതാണ്. വേറൊന്നുമല്ല, കുറച്ച് കുട്ടിച്ചാത്തന്മാർ ഭൂമിക്കടിയിൽ നിന്ന് വെളിയിൽ പൊങ്ങി വന്നതായിട്ട് വിവരം കിട്ടി. അവരെ ഒന്ന് നോക്കട്ടെ, പറ്റുമെങ്കിൽ അവരെയെല്ലാം നമുക്ക് പറിച്ചെടുക്കാം എന്നും കരുതി വന്നതാണ് കേട്ടോ. നമ്മുടെ പറമ്പിലുള്ള തേക്കിൻ്റെ 2-3 ഇലയൊക്കെ പറിച്ചെടുത്ത് നമുക്ക് കുട്ടിച്ചാത്തന്മാർ വലുതായോ എന്ന് അന്വേഷിക്കാൻ വരികയാണ്. ഞാൻ പറഞ്ഞ കുട്ടിച്ചാത്തന്മാർ ഇവരാണ്. കൂണുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുട്ടിച്ചാത്തന്മാർ. അവരൊന്നും വിരിഞ്ഞിട്ടില്ല. ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് തടവറയിൽ നിന്ന് വെളിയിൽ ചാടിയ പോലെ പുറത്തേക്ക് വന്നിങ്ങനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ടിരിക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം കുഞ്ഞു കുഞ്ഞു മോവുകളാണ്. ഇതൊന്നും വളർന്നിട്ടില്ല. കൂണുകൾ വളരണമെങ്കിൽ അത് രാത്രി ആവണത്രേ. വെളിച്ചത്തിൽ കൂണുകൾ വളരില്ല എന്നാണ് അറിയുന്നത്. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. മോവായതുകൊണ്ട് ഇതെല്ലാം കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. വളർന്നതിന് ശേഷം പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി ജോലിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കം കത്തിച്ചതിന് ശേഷം വന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. ആ സമയത്ത് ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ഇരുട്ടൊക്കെ ആയി തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ കൂണിലെല്ലാം കുറച്ച് കുറച്ച് അങ്ങനെ വിരിഞ്ഞ് മുകളിലേക്ക് വന്ന് അങ്ങനെ കുട ചൂടാൻ പാകത്തിന് അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വിരിഞ്ഞിട്ടുമില്ല, എന്നാൽ മോവിൻ്റെ പരുവം മാറി വരുന്നുമുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ നമുക്കിതാ കൂണുകളെല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കാലത്ത് തന്നെ ചെറുതായി വന്ന മോവുകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് ഒന്നും ആവാത്ത കാരണം വെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ വൈകുന്നേരം വരെ ആയിട്ടും അതിൻ്റെ വളർച്ച അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അത് വളർന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു രാത്രി സന്ധ്യാസമയം ആകാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒന്ന് മുകളിലേക്ക് വന്ന് വളരാൻ തുടങ്ങിയത്. ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞതിന് ശേഷം പറിക്കാമെന്ന് വിചാരിച്ച് നിർത്തിക്കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും തന്നെ പ്രാണികളും പുഴുവും എല്ലാം വന്ന് തിന്ന് ഇതെല്ലാം മുഴുവനായിട്ട് നമുക്ക് പറിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ നമ്മൾ ആ വിരിഞ്ഞ കൂണുകളെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തൂടെയൊക്കെ ഒന്നുകൂടെ എല്ലാം അവിടെ നോക്കി ഇനി എവിടെയെങ്കിലും പറിക്കാൻ വിട്ടു പോയിട്ടുണ്ടാവും എന്നുള്ളത് കേട്ടോ. ഈ കൂണ് പറിക്കണതിൻ്റെ കുറച്ച് നേരം മുമ്പ് കുറച്ച് നല്ല മഴയൊക്കെ പെയ്തു. അതുകൊണ്ട് നമ്മൾ തോട്ടിലിറങ്ങി കൂണ് കഴുകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ തോട്ടിലെ വെള്ളം കലങ്ങി വരുന്നു. കാരണം തൊട്ട് മുമ്പാണ് നല്ല മഴയൊക്കെ പെയ്തത്. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടിലെ വെള്ളം അങ്ങനെ കലങ്ങി വരും. പിന്നെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ വെള്ളം തെളിഞ്ഞ് വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആ തോട്ട് വരമ്പിൽ കൂടെയൊക്കെ എല്ലാം അവിടെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ വീടെത്തിയത്. കാരണം പിന്നെ എവിടെയെങ്കിലുമൊക്കെ വിരിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ തോട്ട് വരമ്പിൽ സാധാരണ വിരിയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്നും വിരിയുന്ന ഭാഗങ്ങളിലൊക്കെ എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് വീട്ടിലെത്തിയത്. ഇനി അത് കൊണ്ടുവന്നെല്ലാം വൃത്തിയാക്കിയണമല്ലോ. അതിൻ്റെ മുകളിലെ മണ്ണും വഴുവഴുപ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വേണം അതെല്ലാം കറി വയ്ക്കാൻ. കൂണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും കൂണ് ഇഷ്ടമാണ്. ചിലവർക്ക് കൂണ് ചേരുമില്ല കേട്ടോ. ചിലവർക്കത് കഴിച്ചാൽ കൂണ് കഴിച്ചാൽ ഛർദ്ദിക്കും എന്നൊക്കെ പറയണ കേട്ടിട്ടില്ല. നമ്മൾ അറിയാം, നമ്മുടെ വീട്ടിലുള്ള 1-2 പേർക്ക് അങ്ങനെ ഉണ്ട്. കൂണ് കഴിച്ചാൽ അവർ ഛർദ്ദിക്കും, അവർക്കത് ചേരില്ല. പിന്നെ നമ്മൾ ഈ പറമ്പിൽ നിന്ന് എല്ലാ കൂണുകളും ഭക്ഷ്യയോഗ്യമൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കൂണുകൾ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് കണ്ടാലറിയാം. ഈ ഭക്ഷ്യയോഗ്യമായ കൂണ് കണ്ടാലറിയാം. ഇത് നമുക്ക് പെരിക്കാലി കൂണാണ് കേട്ടോ കിട്ടിയത്. അതുപോലെ പെരിക്കാലി കൂണ്, അരിക്കൂണ്, പാവക്കൂണ് അതൊക്കെ നമുക്കിവിടെ വിരിയാറുണ്ട്. അതെല്ലാം നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ വൃത്തിയാക്കിയ കൂണുകളെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ചുടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിൽ വല്ല അണുക്കളോ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ കാണുമല്ലോ, കൂണല്ലേ. അപ്പോൾ അതിനെയെല്ലാം നല്ല ചുടുവെള്ളത്തിലിട്ട് കഴുകുന്നുണ്ട്. വെള്ളം നല്ല ചൂടുള്ളതുകൊണ്ട് കൈയൊക്കെ അത്യാവശ്യം നന്നായി പൊള്ളുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അതെല്ലാം കഴുകി വെള്ളത്തിൽ നിന്ന് നന്നായി പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇറച്ചി കറി വയ്ക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ ചെറിയുള്ളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ ഇറച്ചി സാധാരണ കറി വയ്ക്കുന്ന പോലെ ഞാൻ പാനിലിട്ട് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട്. എളുപ്പം വേകാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ ഇട്ടെടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസത്തെ കൂണ് കറി ആയിട്ടുണ്ട്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്തുണ്ടല്ലോ വീണ്ടും നമുക്ക് കൂണ് കിട്ടി. പക്ഷേ ഇത് നമ്മൾ കണ്ടത് കാലത്താണ്. രാത്രി നമ്മൾ കണ്ടില്ല. അപ്പോൾ കാലത്ത് വെറുതെ ഒന്ന് ഹരിയായിട്ട് നമ്മൾ കൂണുണ്ടാകുന്ന നോക്കിയിട്ട് വരാം എന്ന് കരുതി വെറുതെ പറമ്പിലൂടെ വന്നപ്പോഴാണ് അതേ വിരിഞ്ഞ സ്ഥലത്ത് നമുക്ക് വീണ്ടും അതുപോലെ വിരിഞ്ഞ കൂണ് കിട്ടി കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊട പോലെ അങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ജൈവവസ്തുക്കളൊക്കെ അടങ്ങിയ ഈ ഭൂമിയിലെ ആവശ്യത്തിനുള്ള ഈർപ്പവും തണുപ്പും അധികം സൂര്യപ്രകാശം കിട്ടാത്ത ഭാഗത്തുമായിട്ടുള്ള പതുപതുത്ത മണ്ണിലൊക്കെയാണ് നമുക്ക് ഈ കൂണെല്ലാം വിരിഞ്ഞ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ പറമ്പിൽ സാധാരണഗതിയിൽ നിറയെ വിരിയുന്നതാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മളങ്ങനെ വിരിഞ്ഞ് കാണുന്നില്ല. ഒരുപാട് അങ്ങോട്ട് വിരിഞ്ഞ് കാണുന്നില്ല. 1-2 വർഷം നമുക്ക് ഒരുപാട് കിട്ടി കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് കിട്ടി.
പക്ഷേ നമ്മളിവിടെ 5 കുടുംബം ഉള്ള കാരണം നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് പങ്കുവയ്ക്കാൻ ആളുണ്ട്. അതും കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ഒരു നല്ലൊരു തിരുവോണ നാളിൽ നമ്മൾ സദ്യയൊക്കെ വെച്ചുണ്ടാക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂണ് വിരിഞ്ഞ വിവരം അറിഞ്ഞത് കേട്ടോ. അതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് ഓരോ വീട്ടിലും ആവശ്യത്തിനൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ബാക്കിയെല്ലാം നമ്മളന്ന് തിരുവോണത്തിന് കറിയൊക്കെ വെച്ച് സദ്യയുടെ കൂടെ ഒരു നല്ലൊരു കറിയും കൂടിയായിരുന്നു അന്ന് കൂണ് കറി. അപ്പോൾ എല്ലാവരും നമ്മളിവിടെ ഒന്നിച്ചിട്ടാണ് കേട്ടോ ഓണം ആഘോഷിക്കുന്നത്. ഓണസദ്യയൊക്കെ ഉണ്ടാക്കി ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴായിരുന്നു ആ സമയത്ത് നമുക്ക് കൂണ് കിട്ടിയത്. പിന്നെ കുടുംബത്തിലെ അംഗബലങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് എല്ലാവരും കൂടെ കൂണ് വൃത്തിയാക്കി സദ്യേൻ്റെ കൂടെ എന്നും കിട്ടാത്ത കറിയായ കൂണ് കറിയും വെച്ച് ഞങ്ങൾ ആ കൊല്ലം ഓണസദ്യ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ കൂണിന്ന് നമ്മുടെ ഏട്ടൻ്റെ മക്കളായ അമറും മീനും വന്നിട്ടുണ്ട്. അവർ വല്ലപ്പോഴല്ലേ നാട്ടിൽ വരുള്ളൂ, അവർക്ക് ഇതൊന്നും കിട്ടില്ലല്ലോ എന്ന് കരുതി ഇതൊന്നൊരു 4-5 മീനുവിനും അമറിനും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം കറി വെച്ചു. അപ്പോൾ എല്ലാവരും ലൈക്കും ഹൈപ്പും കമൻറ്റും തരാൻ മറക്കരുത്. താങ്ക്